ഗുഡ് മോർണിംഗ് ബി ടി കാഷ് ഫാമിലീസ്. ഇന്നത്തെ ട്രെയിനിങ് വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ബി എൻ ബി പർച്ചേസ് ചെയ്യാൻ സാധിക്കുക, ആ ബി എൻ ബിയെ ബി ടി സ്മാർട്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, മെറ്റാ ബി ടി നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം, ഈ 3 സെക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കാദ്യം മെറ്റാമാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കതിനകത്ത് ബാലൻസ് ഉള്ള ബി എൻ ബി ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് മെറ്റാമാസ്കിലൂടെ അല്ല എടുക്കുന്നത്. ഇപ്പോൾ മെറ്റാമാസ്ക് 172 രൂപയുടെ ബി എൻ ബി ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റാമാസ്കിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അതേ വാലറ്റ് തന്നെ സീക്രട്ട് 12 കോഡ് ഉപയോഗിച്ച് ഞാൻ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് വാലറ്റിലും അതേ എമൗണ്ട് തന്നെ ആയിരിക്കും കാണിക്കുന്നത്, കാരണം രണ്ടും സെയിം വാലറ്റാണ്. ഇവിടെ നമുക്ക് ബി എൻ ബി എടുത്തു കഴിഞ്ഞാൽ അവിടെ ബൈയിങ് ഓപ്ഷൻ ഉണ്ടാവും. ആ ബൈയിങ് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ 1000 രൂപ നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ വിത്ത് ക്രെഡിറ്റ് കാർഡ് അത് നിങ്ങൾ നോക്കണ്ട, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ആൾറെഡി എൻ്റെ ഡെബിറ്റ് കാർഡ്, ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഞാൻ അത് സേവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ആദ്യമായി ചെയ്യുമ്പോഴത്തേക്കും നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും. അപ്പം കാർഡിലെ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. അതേപോലെ എക്സ്പയറി ഡേറ്റും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിക്കോളും. ഇതിപ്പോൾ എൻ്റെ മാസ്റ്റർ കാർഡിനകത്ത് ആൾറെഡി ഇതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഇപ്പം കാണിക്കുന്നുണ്ട്. ഇനി CVC നമ്പർ, നമ്മുടെ കാർഡിൻ്റെ ബാക്കിലുള്ള 3 ഡിജിറ്റ് നമ്പറും കൂടി അടിച്ചു കൊടുത്ത് പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. ഞാൻ ഇവിടെ എൻ്റെ CVC നമ്പർ അടിച്ചു കൊടുക്കുന്നു. ഇനി പേ കൊടുക്കുന്നു. പേ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കും OTP വരും. ഇപ്പോൾ എൻ്റെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്കും ഇമെയിലിലേക്കും OTP വരും. അതിൽ ഇമെയിലിലേക്കായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് എൻ്റെ ഇമെയിലാണ്. ഇമെയിൽ നമ്മൾ തുറന്ന് നോക്കുക. ഇമെയിൽ തുറക്കുമ്പോഴത്തേക്കും അവിടെ ഫെഡറൽ ബാങ്കിൻ്റെ OTP മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആൾറെഡി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിലുള്ള ഡിജിറ്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. 78 36 67 അതിവിടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. വെരിഫൈ കൊടുക്കുക. ഇപ്പം പർച്ചേസ് ഡൺ എന്ന് കാണിക്കും. ഓക്കെ, ഡെലിവറി യുവർ പർച്ചേസ്. നമ്മൾ BNB പർച്ചേസ് ചെയ്തിരിക്കുന്നത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാലറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപയുടെ BNB അവിടെ പർച്ചേസ് ചെയ്ത് ആഡ് ആയിട്ടുണ്ടാവും. ഒരു 2-3 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് വരും. എല്ലാം ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ വരും. ഇപ്പോൾ 172 രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാക്സിമം പോയ 1 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത BNB നമ്മുടെ വാലറ്റിലേക്ക് വരും. 2 വാലറ്റും ഒരേ സീക്രട്ട് കോഡാണെങ്കിൽ, ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും ഇത് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് 1108 രൂപയായി. നമ്മൾ പർച്ചേസ് ചെയ്ത BNB ഇവിടെ ടോപ്പപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതേ എമൗണ്ട് തന്നെ അവിടെയും കാണിക്കും. ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടാകും, കാരണം BNBയുടെ എക്സ്ചേഞ്ചിലുള്ള റേറ്റിന് ചെറിയൊരു വ്യത്യാസം, ചിലപ്പോൾ 50 പൈസയോ ചിലപ്പോൾ 1 രൂപയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആക്യുറേറ്റ് ആയിട്ട് ഒരേ റേറ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മെറ്റാമാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം രണ്ടിലെയും വാലറ്റുകൾ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആയതുകൊണ്ട് രണ്ടിലെയും സീക്രട്ട് കോഡ് 12 കോഡ് നമ്മൾ രണ്ടിലും ഇൻപുട്ട് ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ 2 വാലറ്റും അറ്റ് എ ടൈം നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ BT സ്മാർട്ട് മെറ്റാമാസ്കിൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. അതായത് മെറ്റാമാസ്ക് മാത്രമാണ് ഇപ്പം 3.0യിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് മെറ്റാമാസ്ക് ഇപ്പം നമുക്ക് കണക്റ്റ് ആവുന്നത്. ട്രസ്റ്റ് വാലറ്റ് ഉടൻ തന്നെ 3.0യിലേക്ക് അപ്ഗ്രേഡ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് BT സ്മാർട്ട് അവിടെ നമുക്ക് ട്രസ്റ്റ് വാലറ്റിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മെറ്റാമാസ്ക് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെയും വന്നിട്ടുണ്ട് 1107. അവിടെ 1108 ഇതായിരുന്നു. ചില്ലറ പൈസയുടെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്.
ഈ 2 വാലറ്റുകളും നമുക്ക് സെയിം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ അഡ്രസ്സ് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം ഫസീലയുടെ താഴത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കണ്ടോ, 0x6CA1 ലാസ്റ്റ് വരുന്ന ഡിജിറ്റ്, ഫസ്റ്റ് വരുന്ന ഡിജിറ്റ് അതാണ്. ഇവിടെ നമ്മൾ BNBയുടെ എടുത്തു കഴിഞ്ഞാൽ അതേ ഡിജിറ്റ് തന്നെ ഇവിടെ കാണാൻ പറ്റും കണ്ടോ, 0x6CA1 ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് 5F. 2 വാലറ്റുകളും സെയിം ആണ് കണ്ടോ. ഇനി നമുക്ക് ഈ വാലറ്റിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ BT സ്മാർട്ടിലേക്ക് ഈ ടോപ്പപ്പ് ചെയ്ത കോയിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മളെ BT സ്മാർട്ട് ഓപ്പൺ ചെയ്യുക. BT സ്മാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് റിസീവ് അഡ്രസ്സ് നമുക്കതിനകത്ത് കോപ്പി ചെയ്യണം. അതിന് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴത്ത് കാണുന്ന ആ ഒരു ചെറിയ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വാലറ്റ് അഡ്രസ്സ് അത് കോപ്പി ചെയ്യുക. എന്നിട്ട് താഴത്ത് കാണുന്ന മെറ്റമാസ്കിലെ ആ പേഴ്സിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് നമ്മുടെ വാലറ്റ് ഓപ്പൺ ആവും. BNB ക്ലിക്ക് ചെയ്യുക. താഴത്തേക്ക് പതുക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്, സെൻഡ് എന്ന് പറഞ്ഞ 2 ബട്ടൺ ഉണ്ടാവും. അതിൽ സെൻഡ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്രമും 2 ഉണ്ടാവും. 2ൻ്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത നമ്മുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ എത്രയാണ് നമുക്ക് അയക്കേണ്ടത്? നമുക്ക് മിനിമം അവിടെ കീപ്പ് ചെയ്യേണ്ടത് 0.01 BNB ആയിരിക്കണം. അതിൽ താഴെ വന്നാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് 0.01, നിങ്ങളൊരു 1000 രൂപ കയറ്റിയിടുക, 1000 രൂപ കയറ്റിയിടുക, 0.02 വേണമെങ്കിൽ കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് സെൻഡ് കൊടുക്കുക. ഞാനിപ്പോൾ ആൾറെഡി നേരത്തെ കയറ്റിയത് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 0.01 ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അത് ട്രാൻസ്ഫർ ചെയ്യുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ BT സ്മാർട്ടിലേക്ക് ഈ 0.01 എന്ന BNB അവിടെ ലോഡാവും. കൺഫർമേഷൻ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് വേണേൽ ആ കൺഫർമേഷൻ സക്സസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ BC സ്കാനിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാം. ആ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ BNBയുടെ 0.01 കൺഫേം പച്ച ബട്ടൺ കാണിക്കുന്നത് സക്സസ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം വന്നിട്ടില്ല കണ്ടോ. നമ്മുടെ BT സ്മാർട്ട് എടുക്കുമ്പോഴത്തേക്കും വരുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ വരും. പിന്നെ നോട്ടിഫിക്കേഷൻ ബാറിൽ ടോപ്പപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതല്ലാതെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വിഡ്രോ എടുത്തു കഴിഞ്ഞാൽ താഴത്ത് BNB ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടുന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വിഡ്രോ ഞെക്കി കഴിഞ്ഞാൽ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും കണ്ട BNB ബാലൻസ് ഇപ്പോൾ എൻ്റെ 0097900 BNB ഉള്ളൂ. അപ്പം ലോഡായിട്ടില്ല. നമുക്കത് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. സക്സസ് ആയിട്ടുണ്ടോ, ബ്ലോക്ക് ചെയിൻ സ്റ്റാറ്റസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് മെറ്റാമാസ്ക് വാലറ്റിലേക്ക് പോവാം. ട്രാൻസാക്ഷൻ എടുക്കണമെങ്കിൽ ആ ക്ലോക്കിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കിട്ടും. അവിടെ നിന്ന് ഏറ്റവും മുകളിൽ ഇന്ന് അയച്ചിരിക്കുന്നത് അത് നമ്മളെടുത്തു. വ്യൂ ഓൺ BC സ്കാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ, അതായത് BNBയുടെ ട്രാൻസാക്ഷൻ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് BC സ്കാൻ. ബിനാൻസിൻ്റെ ആണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സ്റ്റാറ്റസ് സക്സസ് ആണ്. കണ്ടോ, ഇപ്പം സക്സസ് ആയിട്ടുണ്ട്. അത് 1 മിനിറ്റിനുള്ളിൽ തന്നെ അത് സക്സസ് ആകും. ഇവിടെ ഫ്രമും 2ഉം നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റാണ്. ഇനി നമ്മുടെ BT സ്മാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0.01 നമ്മുടെ BNB അവിടെ ലോഡായിട്ടുണ്ടാവും. ഇതാ വന്നിട്ടുണ്ട്. പുതിയൊരു നോട്ടിഫിക്കേഷൻ ബാറിൽ മെസ്സേജ് 1 കാണിക്കുന്നുണ്ട്. കണ്ടോ, യു ഹാവ് ന്യൂ ഡിപ്പോസിറ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് 0.01 BNB. നമ്മുടെ വിഡ്രോ സെക്ഷൻ എടുത്തിട്ട് BNB ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലോഡായിട്ടുണ്ട്. കണ്ടോ, 0.0197900 ആയിട്ടുണ്ട്. അപ്പം അവിടെ BNB ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മുടെ BT സ്മാർട്ടും നമ്മുടെ മെറ്റാമാസ്കുമായി വാലറ്റ് കണക്ട് ചെയ്യണം. അതിന് ആ വാലറ്റ് കണക്ട് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. വിഡ്രോയിൽ, അതായത് BT സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴത്ത് തന്നെ കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണും. കണക്ട് വാലറ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വാലറ്റ് കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും.
ഇനി വീണ്ടും നമ്മൾ വിഡ്രോ ഞെക്കുന്ന സമയത്ത് അവിടെ മെറ്റാമാസ്കിൻ്റെ സിമ്പിളോട് കൂടി നമ്മുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ കാണിക്കും. ഇനി നമ്മൾ സെലക്ട് കോയിൻ കറൻസി സെലക്ട് ചെയ്യുക. സെലക്ട് വാലറ്റ് ഏത് വാലറ്റിൽ നിന്നാണ് നോക്കുക. അഫിലിയേറ്റ് വാലറ്റിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അവിടെ 3869 ഞാൻ മിനിമം വിഡ്രോയിൽ 1000 ഞാൻ അവിടെ 1000 ടൈപ്പ് ചെയ്തു. സബ്മിറ്റ് ഫോർ പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആയിരം നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് 10 മെറ്റാബിറ്റി അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഫീസായിട്ട് പോകും. അതിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മെറ്റാമാസ്കിൽ കിടക്കുന്നത് 990 മെറ്റാബിറ്റി ബാലൻസ് ഉള്ളൂ. ഓക്കെ, സബ്മിറ്റ് ഫോർ OTP. നമ്മൾ ഏത് മെയിലിലാണോ നമ്മുടെ BT Cash രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ മെയിലിലേക്ക് OTP വരും. 4 ഡിജിറ്റ് ആയിരിക്കും. അത് നമ്മൾ OTP മെയിലിൽ പോയിട്ട് ഒന്ന് നോക്കുക. OTP വന്നിട്ടുണ്ട്. OTP 8731. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക 8731 എന്ന് ടൈപ്പ് ചെയ്യുക. വെരിഫൈ കൊടുക്കുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിച്ചു. ഇപ്പം വിഡ്രോവൽ ആവും. എമൗണ്ട് വിഡ്രോൾ സക്സസ്ഫുള്ളി. കൈൻഡ്ലി ചെക്ക് യുവർ വാലറ്റ്. നമ്മുടെ മെറ്റാമാസ്കിലെ വാലറ്റ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. 990 മെറ്റാമേറ്റി നമ്മുടെ മെറ്റാമാസ്കിലേക്ക് വന്നിട്ടുണ്ട്. ആ പേഴ്സിൻ്റെ ബട്ടൺ നമുക്ക് താഴത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ വന്നിട്ടുണ്ട്. 1980 കോയിനായി. ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് നമുക്ക് വിഡ്രോവലും ഒക്കെ വരുന്നത്. കാരണം ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡായിരിക്കും. ഓക്കെ, താങ്ക് യു.